ഇത്തരം തെമ്മാടിത്തരങ്ങളൊന്നും ഇനി ചെയ്യരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റൂല. കാരണം അപ്പോഴേക്കും ഇവരെ തെറി വിളിക്കാൻ പണ്ഡിത വേഷം ധരിച്ച കുറേ ആളുകൾ ഇവരും പണ്ഡിത വിദ്യാർത്ഥികളായിട്ടും പണ്ഡിത വേഷം ധരിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ വാങ്ങിയ ചില ആളുകൾ, അവര് ഇതിനെ വിമർശിക്കുന്ന ഇത്തരം നെറികേടുകളെ പറ്റി പറഞ്ഞാൽ അത് ഒരു വിഭാഗത്തിൻ്റെ ഒരു പാർട്ടിയുടെ ആളുകളാണ് എന്നതിൻ്റെ പേരിൽ ദീന് പറയുന്ന സത്യം പറയുന്ന പണ്ഡിതന്മാരെ കുതിര കയറാനേ ഒരു പറ്റ ആളുകൾ നിൽക്കും. ഇത്തരം തോന്നിവാസങ്ങൾ മുൻപ് മുസ്ലിം ലീഗിൻ്റെ തന്നെ മന്ത്രിമാർ ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള ആളുകൾ മതത്തിൻ്റെ പേരും പറഞ്ഞ് കോലം കെട്ടി നടക്കുന്ന ഇത്തരം ആളുകൾ ഇത് ചെയ്യുമ്പോൾ ഇതിനൊക്കെ സൈഡ് പറയാൻ, ഇതിനൊക്കെ യെസ് പറയാൻ, ഇതിനൊക്കെ ന്യായീകരിക്കാൻ മതപ്രഭാഷകരും മതസംഘടനയുടെ തന്നെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ പണ്ഡിതന്മാർ പറയേണ്ടത് പണ്ഡിതന്മാർ പറയുക തന്നെ വേണം. അമ്മൽ ഗനിയു ഇദാ തകല്ലമ ബിൽ ഖത ഖാലു അസബ്ത വസവ്വബു മാ ഖാല വഇദൽ ഫഖീറു അസാബ ഖാലു കുല്ലുഹും അഖ്തഗ്ത യാ ഹാദാ വകുൽത ളലാല എന്ന കവി പറഞ്ഞത്. ധനാഢ്യന്മാർ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അവർ എന്ത് പിഴച്ച കാര്യങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ പറയും അസബ്ത, വളരെ നല്ലതാണ് പറഞ്ഞത്. അവൻ പറഞ്ഞ കാര്യങ്ങളെ ഇവർ യെസ് പറയും, ഇവരതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. നേരെ മറിച്ചോ വഇദൽ ഫഖീറു അസാബ ഖാലു കുല്ലുഹും, അയാൾ ഒരു ഫഖീറായ മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്താലും പറഞ്ഞാലും അവരെല്ലാവരും പറയും അഖ്തഅത യാ ഹാദാ വകുൽത ളലാല, നിനക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, നീ പറഞ്ഞത് ളലാലത്താണ്, നീ പറഞ്ഞത് വിവരക്കേടാണ്, പോരാത്തരമാണ് നീ പറഞ്ഞത്, മോശത്തരമാണ് എന്ന് പറഞ്ഞ് വടക്കത്തരമാണ് നീ പറഞ്ഞത് എന്ന് പറയും. പണക്കാർ തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ, അതുപോലെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ സത്യം പറഞ്ഞാൽ അവർ പറയും അഖ്തഅത യാ ഹാദാ വകുൽത ളലാല. ഒരു പ്രത്യേകമായ ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇന്നത് കൊളുത്തണം എന്ന് പറയുന്നത് ചില വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്തിനും അടിക്കണം, എനിക്ക് പറ്റില്ലെന്ന് പറയാൻ, എന്തിനും അടിക്കണം, അതിൽ നിന്ന് മാറി നിൽക്കാൻ, എന്നിട്ട് പറയാം പ്രിയപ്പെട്ട സുഹൃത്തെ, സഹോദര, അല്ലെങ്കിൽ സ്വാമിജി, അല്ലെങ്കിൽ സ്വാമിനി, നിങ്ങളത് ചെയ്തോളൂ, ഞങ്ങൾ അതിനെ കണ്ടു നിൽക്കാം. കാരണം ഈ രാജ്യത്തെ എല്ലാ വിഭാഗത്തിന്റെയും മതാനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ തടയാനോ അല്ലെങ്കിൽ അത് അപ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രസംഗിക്കാനോ പോകേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ അക്കാര്യത്തിൽ എനിക്ക് അത് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച എന്തേ കുഴപ്പം? അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണേണ്ടത്. ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനൊരു ഹനീഫാണ്. നമ്മളെല്ലാ സുബഹിക്കും പറയുന്നു ഞാനൊരു ഹനീഫാണ്, അല്ലേ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ഞാൻ ഹനീഫാണ്, ഞാൻ മറ്റു സംസ്കാരങ്ങളിലേക്ക് പോകാത്ത വിധം ഋജുമാനസമായി നിൽക്കുന്ന ഒരു ഹനീഫാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ സമൂഹം ഇടിഞ്ഞു വീഴുന്നില്ല. അങ്ങനെ പറയണം, അല്ലെങ്കിൽ പിന്നെ എന്തു കാപട്യമാണിത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.